നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 325ാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവണൻ തിരിച്ച് ലങ്കയിലെത്തിയിരിക്കുകയാണ്. മകനെ മേഘനാഥനെ വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹം കാണുന്നത്. അപ്പം അദ്ദേഹം ചോദിക്കും, നീ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അതിന് മറുപടി പറയുന്നത് ശുക്രാചാര്യരാണ്. അദ്ദേഹം എന്താണ് മറുപടി പറയുന്നത് നമുക്ക് നോക്കാം. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത്, അവൻ മിടുക്കനാണ്, മിടുക്കൻ, ലോകത്തിലേക്കും ഉത്തമൻ, ശ്രേഷ്ഠനാണ് അങ്ങയുടെ മകൻ. അവൻ യാഗം തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും അവൻ ഈ സമയത്ത് ചെയ്തു തീർത്തിട്ടുണ്ട്. ഇപ്പം അവന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവൻ്റെ തേര് സഞ്ചരിക്കും. ആ തേരിലിരുന്നുകൊണ്ട് അവൻ ആഗ്രഹിച്ചാൽ മതി ഏത് ദിക്കിലേക്ക് എങ്ങനെ പോകണമെന്ന്. വേഗതയിൽ പോകണോ അല്ലാതെ പോകണോ എല്ലാം, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എല്ലാം സ്വയം ആ തേര് സഞ്ചരിക്കും. അവൻ്റെ ശത്രുക്കൾക്ക് അവനെ കാണാൻ പോലും കഴിയില്ല. അവന് അദൃശ്യനായി നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കും. അവൻ അദൃശ്യനാകണം എന്ന് സ്വയം വിചാരിച്ചാൽ ശത്രുക്കൾക്ക് അവനെ കാണാൻ കഴിയില്ല. അപ്പം ഇങ്ങനത്തെ വരങ്ങളെല്ലാം അവൻ സമ്പാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവന് സമ്മാനങ്ങൾ നൽകി. ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവരെന്താണ് നൽകിയത്? ഒരിക്കലും അമ്പൊഴിയാത്ത ആവനാഴിയിൽ, അവൻ്റെ ആവനാഴിയിൽ ഒരിക്കലും അമ്പ് ഒഴിയില്ല. അത് തീരുന്നതിനനുസരിച്ച് അത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അവൻ്റെ ശരീരത്ത് അസ്ത്രങ്ങളൊന്നും ഏൽക്കാതിരിക്കാനായിട്ടുള്ള കവചം, ഇതെല്ലാം ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും അവന് സമ്മാനമായി കൊടുത്തു. അവരിപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ, അങ്ങ് വരുന്നതിന് മുമ്പ് പോയി. അപ്പം ആചാര്യൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും രാവണൻ യോജിച്ചില്ല. മകൻ വലിയ മിടുക്കനാണെന്നുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ചില കാര്യങ്ങൾ, അത് യാഗവും പൂജയും ഒക്കെ നടത്തി, ഹോമങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞ, അശ്വമേധം രാജസൂയം ഒക്കെ നടത്തി എന്ന് പറഞ്ഞത് രാവണന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനത്തെ യാഗങ്ങളൊക്കെ ചെയ്ത് ദേവന്മാരെ പൂജിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ദേവന്മാർ എന്ന് പറയുന്നവർ നമ്മുടെ ശത്രുക്കളാണ്. പക്ഷെ നമുക്ക് പരമശിവനെ പൂജിക്കാം. അപ്പം ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞു. ഈ സമയത്താണ് അദ്ദേഹം പുഷ്പക വിമാനത്തിൽ ആണല്ലോ വന്നത്. പുഷ്പ വിമാനത്തിൽ അദ്ദേഹം അവിടെ നിന്ന് കുറേ സ്ത്രീകളെ കയറ്റിക്കൊണ്ട് വന്നിരുന്നല്ലോ. അവരെല്ലാം ആ വിമാനത്തിൽ നിന്ന് കരയുകയാണ്. അപ്പോൾ അവരെ ആ വിമാനത്തിൽ നിന്ന് താഴെ ഇറക്കി. അപ്പം ഇത് രാവണന്റെ സഹോദരനായ വിഭീഷണൻ കണ്ടു. ഇത്രയും സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് സഹോദരനായ വിഭീഷണൻ കണ്ടു. അപ്പം അദ്ദേഹത്തിന്റെ അതൃപ്തി ഒട്ടും തന്നെ മറച്ചു വെച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം ദുഷ്പ്രവൃത്തികളാണ്. ഇതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ദുഷ്കീർത്തിയാണ്. ഈ വംശത്തിന്റെ തന്നെ വിനാശമാണ് ഇങ്ങനത്തെ പ്രവൃത്തികൾ മൂലം ഉണ്ടാകുന്നത്. അന്യന്റെ പത്നിമാരെ, പരന്റെ ഭാര്യമാരെ പീഡിപ്പിച്ചാൽ, ഉപദ്രവിച്ചാൽ ആപത്തുകൾ ഉണ്ടാവും. ഇവിടെ അങ്ങില്ലാത്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായി എന്നും കൂടി പറയുന്നുണ്ട് അദ്ദേഹം. എന്താണ്? അപ്പൊ ജ്യേഷ്ഠ ഇത്രയും നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവിടെ നടന്നൊരു പ്രധാനപ്പെട്ട സംഭവം, കുടുംബത്തിൽ നടന്നൊരു കാര്യം കൂടി വിഭീഷൺ ഈ സമയത്ത് അദ്ദേഹത്തോട് പറയുകയാണ്. ഇവിടെ ഇന്ദ്രജിത്ത് യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനും ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇന്ദ്രജിത്തും ഞാനും ഇവിടെ ഇല്ലാതിരുന്ന ആ സമയത്ത് ആ തക്കം നോക്കി നമ്മുടെ വലിയമ്മയുടെ മകൾ കുംഭീനസി, നമ്മുടെ പെങ്ങള് തന്നെ കുംഭീനസിയെ മധു എന്ന പേരുള്ള ഒരു രാക്ഷസൻ ഇവിടെ വന്ന് ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ രാവണൻ ഒരുപാട് ആൾക്കാർ, സ്ത്രീകളെ ഇതുപോലെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ട് രാജ്യത്ത് വരുമ്പോഴാണ് സ്വന്തം കുടുംബത്തിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ സഹോദരിയെ ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയ വിവരം വിഭീഷണൻ പറയുന്നത്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ. മാത്രമല്ല, ഞാനൊന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ പോയി അവനെ വധിച്ചാൽ അവൾ വിധവയാകും, നമ്മുടെ സഹോദരി വിധവയാകും. പിന്നെ മറ്റൊരു പുരുഷന് അവളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ അതിലും ഭേദം എന്തായാലും അവന്റെ കൂടെ പോയി കഴിഞ്ഞതല്ലേ, അവന്റെ ഭാര്യ തന്നെ ആയി ഇരുന്നോട്ടെ എന്ന് ഞാൻ കരുതി. പക്ഷേ അതുകൊണ്ട് അപമാനം, നാണക്കേട് കുറച്ചൊന്നുമല്ല ഉണ്ടായത്. നമ്മുടെ കൊട്ടാരത്തിൽ അവൻ വന്ന് ഒരു സാധാരണക്കാരനായ രാക്ഷസൻ വന്ന് നമ്മുടെ സഹോദരിയെ ബലമായി പിടിച്ചിറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു നാണക്കേടുണ്ടല്ലോ. ആ നാണക്കേട് ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷെ എനിക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല, കൊല്ലാൻ മനസ്സനുവദിച്ചില്ല. കാര്യം കൊന്നു കഴിഞ്ഞാൽ അവൾ വിധവയാകുമല്ലോ. ഇതാണ് വിഭീഷണൻ പറയുന്ന ന്യായം. പക്ഷെ ഈ ന്യായം രാവണന് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനായില്ല. മധുവോ അവനെ ഇപ്പൊ തന്നെ തട്ടിക്കളയണം, ഒട്ടും ഞാൻ കാത്തിരിക്കാൻ തയ്യാറല്ല, ഞാൻ ഇതാ പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് രാവണൻ ചാടി ഇറങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതോടൊപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ദേവലോകത്തും കൂടെ പോയി, ഒരുപാട് ലോകങ്ങളിൽ പോയി യുദ്ധം ചെയ്തല്ലോ, വരുണന്റെ അടുത്ത് വരെ പോയി യുദ്ധം ചെയ്തിട്ട് വരികയാണല്ലോ. ഇനി അതുവഴി എന്തായാലും ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ദേവലോകത്തും കൂടെ പോയി യുദ്ധം ചെയ്തിട്ട് വരാം. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ വരണം. കുംഭകർണൻ ഉറങ്ങുകയാണ്. അദ്ദേഹം ഉണരുകയാണെങ്കിൽ അവനും വരാൻ പറയുക, അല്ലെങ്കിൽ ഉണർത്തിയിട്ട് വരാൻ പറയുക.
അതുപോലെ തന്നെ മേഘനാഥൻ, എൻ്റെ മകനായ മേഘനാഥൻ മറ്റു പടയാളികളുമൊത്ത് എൻ്റെ കൂടെ ദേവലോകത്തേക്ക് വരാൻ പറയുക. എന്നിട്ട് വിഭീഷണോട് പറയും, ഈ സമയത്ത് ഇവിടെ ആരെങ്കിലും വേണമല്ലോ, അപ്പം നീ ലങ്കയെ നോക്കി ഇവിടെ തന്നെ ഇരുന്നു കൊള്ളുക. അങ്ങനെ മധുവിൻ്റെ കൊട്ടാരത്തിന് മുമ്പിൽ കോപാകുലനായി എത്തി രാവണൻ. അപ്പം രാവണൻ എത്തുന്ന വിവരം അറിഞ്ഞിരുന്നു നേരത്തെ തന്നെ. അദ്ദേഹം കോപാകുലനായിട്ടാണ് വരുന്നത്. വന്ന മാത്രയിൽ തന്നെ ചിലപ്പോൾ ഭർത്താവിനെ കണ്ടാൽ കൊന്നുകളയുമെന്ന് സഹോദരി കുംഭീനസിക്ക് അറിയാം. അപ്പോൾ അവർ സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, അരുതേ, എൻ്റെ ഭർത്താവിനെ കൊല്ലരുതേ എന്ന് പറയും. അയാൾ അങ്ങയോടൊപ്പം നിൽക്കും, പാവമാണ്, അയാൾ അങ്ങയോടൊപ്പം നിൽക്കും, അങ്ങ് ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ പോവുമല്ലേ, അങ്ങയുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങയുടെ ഒരു സേവകനായിട്ട് അയാളും കൂടെ വരും, അയാളെ കൂടെ കൊണ്ടുപോയിക്കോളൂ, എന്നാലും അയാളെ കൊന്ന് എന്നെ വിധവയാക്കരുതേ, എനിക്ക് ക്ഷമിക്കണമേ എന്ന് സഹോദരി പറയും. അപ്പം അങ്ങനെ മധു പേടിച്ചരണ്ട് ഇങ്ങനെ ഭയചകിതനായി ഇങ്ങനെ അളിയൻ്റെ മുമ്പിലേക്ക് വരികയാണ്. പക്ഷെ രാവണൻ മാപ്പ് കൊടുത്തിട്ട് സഹോദരിയുടെ വീട്ടിൽ നിന്ന്, വിവാഹ വീട്ടിൽ നിന്ന്, വിവാഹം കഴിച്ച വീട്ടിൽ നിന്ന് അല്ലേ, സൽക്കാരമൊക്കെ സ്വീകരിച്ച ശേഷം രാവണൻ മധുവിനോട് പറഞ്ഞു, നീയും കൂടി എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറയും. എന്തായാലും ദേവന്മാരോട് യുദ്ധത്തിന് പോവുകയാണ് എന്ന് പറയും. അപ്പം അങ്ങനെ യാത്ര തുടർന്നു. സന്ധ്യ അടുത്തപ്പോൾ കൈലാസ പർവ്വതത്തിനടുത്തുള്ള അളകാപുരി എന്ന് പറയുന്ന ആ പ്രദേശത്ത് എത്തി. നമ്മൾ ഒരുപാട് കേട്ടുള്ളതാണ് ഈ അളകാപുരിയെ പറ്റി. അപ്പോൾ ആ സമയത്ത് എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ക്ഷീണിച്ചു. ഇത്രയധികം യാത്ര ചെയ്ത് വന്ന് എല്ലാവരും ക്ഷീണിച്ചു. എല്ലാവരും കിടന്നു ഉറക്കമായി, ക്ഷീണം തീർത്തു. ഈ സമയത്ത് ചന്ദ്രൻ ഉദിക്കുകയാണ്, അവിടെയെല്ലാം നിലാവ് പരക്കുകയാണ്. കിന്നരന്മാർ അപ്സര സ്ത്രീകളോടൊപ്പം പാടുന്ന പാട്ടുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ച് കേൾക്കാം. ഈ പാട്ടും നിലാവും ആ സംഗീതമയമായ അന്തരീക്ഷവും എല്ലാം കൂടി ആയപ്പോൾ കാലാവസ്ഥയും ആ രാത്രിയുടെ ആ ഒരു പ്രത്യേകതയും ഒക്കെ വന്നപ്പോഴത്തേക്കും ഈ രാവണൻ കാമപരവശനായി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അങ്ങനെ കാമപരവശമായ ഒരു മനസ്സോടുകൂടി അയാൾ ഇരിക്കുമ്പോൾ, അയാൾ ആ സ്ഥലത്ത് അളകാപുരിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള സമയത്താണ് ഒരു ലോകൈക സുന്ദരി, അതായത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ സുന്ദരി എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു സുന്ദരി, സർവ്വവിധ വേഷഭൂഷാദികളും ആടയാഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് ഇങ്ങനെ മന്ദം നടന്നു വരുന്നത്, അതിലേക്കൂടി നടന്നു പോകുന്നത് രാവണൻ കാണുന്നത്. രാവണൻ ആ സ്ത്രീയുടെ അടുത്ത് ചെന്നു, പെൺകുട്ടിയാണ്, അവിടെ അടുത്ത് ചെന്നു. എന്നിട്ട് നേരെ പോയി കയ്യിൽ പിടിക്കുകയാണ്. കയ്യിൽ പിടിച്ച് ചാരത്തിരുത്തി, സമീപത്ത് ഇരുത്തി. എന്നിട്ട് ചോദിക്കും, ആരാണ് നീ, എന്താണ് നിന്റെ പേര് എന്ന് ചോദിക്കും. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ചോദിക്കും, ആരാണ് ആ ഭാഗ്യവാൻ? എന്താണ് രാവണൻ ഉദ്ദേശിക്കുന്നത്? അവളുടെ ഭർത്താവ് ആരാണ്? അവളുടെ ഭർത്താവ് ആരായാലും അയാൾ ഒരു ഭാഗ്യവാൻ തന്നെ എന്ന് ചോദിക്കും. അപ്പൊ ആരാണ് നീ, എന്താണ് നിന്റെ പേര്, നിന്റെ ഭർത്താവ് ആയിട്ടുള്ള ആ ഭാഗ്യവാൻ ആരാണ്, അയാളുടെ പേര് എന്താണ്? എന്നിട്ട് പറയും, ഇതൊന്നും ഇത് പറഞ്ഞ ശേഷം അങ്ങേറ്റത്തെ അഹങ്കാരത്തോടുകൂടി പറയും, അയാൾക്കൊന്നും നിന്റെ കൂടെ രമിക്കാനായിട്ടുള്ള യോഗ്യതയില്ല. നിന്റെ കൂടെ ആർക്കെങ്കിലും രമിക്കാനായിട്ടുള്ള യോഗ്യതയുണ്ടെങ്കിൽ അത് സാക്ഷാൽ രാവണൻ എന്ന എനിക്ക് തന്നെ എന്ന് ആ സ്ത്രീയുടെ കയ്യിലിങ്ങനെ ബലമായി പിടിച്ച് അടുത്തിരുത്തിയിട്ടാണ് രാവണൻ പറയുന്നത്. എന്നിട്ട് പറയും, നീ എന്തായാലും ഇന്ന് എൻ്റെ കൂടെ താമസിക്കുക, നീ സ്ഥിരമായിട്ട് വേണ്ട, നിന്നെ ഞാൻ തിരിച്ചയക്കാം, നീ വിഷമിക്കേണ്ട, തിരിച്ചയക്കാം, പക്ഷെ ഇപ്പോഴല്ല, ഇന്ന് ഞാൻ തിരിച്ചു വിടില്ല, തീർച്ചയായും ഇപ്പോഴല്ല, പക്ഷെ പിന്നീട് തീർച്ചയായും ഞാൻ നിന്നെ തിരിച്ചുവിടും, അതുറപ്പാണ് എന്ന് പറയും. ആ സമയത്ത് ആ യുവതി ഭയന്ന് വിറച്ചിരിക്കുകയാണ്, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴാണ് അവൾ പറയുന്ന പേര് നമ്മളെല്ലാം ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ്. ഞാൻ രംഭ എന്ന അപ്സര സ്ത്രീയാണ് രംഭ. രംഭ പറയും, എൻ്റെ ഭർത്താവ് നളകൂബരനാണ്. നളകൂബരൻ ആരാണ്? അങ്ങയുടെ സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള കുബേരന്റെ മകനാണ് എൻ്റെ ഭർത്താവ്. അങ്ങനെ ബന്ധം പറഞ്ഞാൽ ഞാൻ അങ്ങയുടെ മകളാണ്, അങ്ങ് എൻ്റെ ഭർത്തൃപിതാവിൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് എനിക്ക് പിതൃതുല്യനാണ്. അതുകൊണ്ട് അരുതാത്ത കാര്യങ്ങൾ അങ്ങ് ഈ സമയത്ത് മനസ്സിൽ ചിന്തിക്കരുത്, എന്നെ വിടൂ, എന്നെ ഇപ്പോൾ വിടണം, എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് രംഭ അദ്ദേഹത്തോട്, രാവണനോട് കെഞ്ചി പറയാണ്, അപേക്ഷിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ഇന്നത്തെ ക്യാപ്സുൾ അവസാനിക്കുന്നത്. വിശേഷം എന്ത് സംഭവിച്ചോ നമുക്ക് 326 ലക്കത്തിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.